ജീവിച്ചിരിക്കുന്ന ഉമ്മയെക്കുറിച്ച് ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇത് കേട്ടപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. പല ആളുകളും അത് പങ്കുവച്ചിരുന്നു. ആ സംസാരം ആദ്യം നിങ്ങൾ കണ്ടോളൂ. അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം പഠിച്ചുള്ളത് മദ്രസ പഠിക്കത്തില്ല, അവിടെ കാണത്തില്ല എന്ന് തന്നെ പറയും. ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും എടുത്ത് പുറത്തേക്ക് വരാനൊന്നും നമ്മളെ കിട്ടും. ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മളത് ചെയ്യും. കാരണം ഉമ്മാക്ക് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. രോഗബാധിതയായിട്ടുള്ള ഉമ്മയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. രോഗബാധിതയായ ഉമ്മയെ നോക്കേണ്ടത് ആകെയുള്ളൊരു മകനാണ്. ആ മകൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരിക്കലും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ഉമ്മയുടെ ആ വാചകങ്ങൾ അതേപടി ആവർത്തിക്കുന്നതിൽ പ്രയാസമുള്ളത് കൊണ്ട് പറയാം, അങ്ങനെ ആ ഫോട്ടോ എടുത്ത് പുറത്തിട്ടിട്ട് അത് നാറ്റിച്ചിട്ടാണെങ്കിലും ശരി ഞാനത് ചെയ്യും, ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യും, ഇനി വല്ലാതെ സംസാരിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് പറയാൻ ഒരു രക്തത്തിൽ പിറന്ന ഒരു മകന് സാധിക്കുമോ എന്നുള്ളത് നമ്മളിങ്ങനെ വല്ലാതെ ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഇത് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് തർക്കവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകളും കൊണ്ട് ചിലപ്പോൾ ഒക്കെ സംഭവിക്കാറ്. നമ്മുടെയൊക്കെ ചില ആളുകളെയെങ്കിലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ മരിക്കുമ്പോഴെങ്കിലും ആ ഉമ്മ മരണപ്പെടുന്ന ഒരു ദിവസം വരുമല്ലോ, മരിക്കുമ്പോഴെങ്കിലും ആ ഉമ്മയെ ചീത്ത പറയാതിരിക്കുമെന്നെങ്കിലും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇന്നലെ ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് നോക്കുകയാണ്, അത് ശരി തന്നെയാണോ എന്നുള്ളത്. ഉമ്മ മരിച്ചു, മകൻ എഴുതിയിടുകയാണ്, ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ, മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ. ഏതോ ഒരു സ്ത്രീയെ പറ്റി ആണെങ്കിൽ പോലും അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വന്തം ഉമ്മയെ കുറിച്ച് എഴുതുകയാണ്, എൻ്റെ ജിഹാദി ഉമ്മമാരില്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ. മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇനി പോട്ടെ, മരിച്ചു കിടക്കുമ്പോൾ എനിക്കതിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നില്ല, ശരി, അതവിടെ വെറുതെ വിടായിരുന്നു. പക്ഷേ സ്വന്തം ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ ഒരാൾക്ക് സാധിക്കൂ? ഇങ്ങനെ എഴുതാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുക. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ നേരിട്ട് ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യണം, ഇത് ശരി തന്നെയാണോ എന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുക? ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതത്തിലുള്ളതാണ്, നമ്മൾ ഫിത്തറ എന്ന് പറയും. ആ ഫിത്തറയിൽ ഉള്ളതാണ് അമ്മയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം എന്നുള്ളത്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലുള്ള ഇത്തരം നന്മകൾ, പ്രകൃതിപരമായി അവന് കിട്ടുന്ന നന്മകളും അവന് കൈമോശം വന്നു പോകാം. പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല റീസൺസ് കൊണ്ടായിരിക്കാം. പക്ഷേ ആ പ്രകൃതത്തിൽ നിന്നും അവന് തെറ്റിപ്പോകാം. ഇതൊരു റിയാലിറ്റിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ഈ സ്വന്തം ഉമ്മയുടെ മരണവാർത്ത ഈ രൂപത്തിൽ വൾഗറായി എന്ന് വെച്ചാൽ ഹൂറന്മാരില്ലാത്ത എന്നൊക്കെ പറഞ്ഞാൽ, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ പോകും നന്നായി ജീവിച്ചാൽ, ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ആ സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? അവന് വേണ്ടതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആസ്വാദനമായിട്ടുള്ള എല്ലാം ഉണ്ട്. ആ ആസ്വാദനങ്ങളെ അതിൽപ്പെട്ട ഒന്നിനെ എന്ത് ചെയ്യാണ്? അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് മരിച്ചു കിടക്കുന്ന ഉമ്മയെ ഈ സെക്ഷലൈസ് ചെയ്തുകൊണ്ട്, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരം, ഒരു മയ്യത്ത്, ആ മയ്യത്തിനെയാണ് ഈ രൂപത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്.